ഇന്നെന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഇന്നലെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ട്രെയിൻ കയറുന്നത് ഞാൻ. ട്രെയിൻ വരാൻ ലേറ്റ് ആയപ്പോൾ ഞാൻ വെറുതെ ഇന്ന് റീല് കണ്ടോണ്ടിരിക്കണായിരുന്നു. അതിന്റെ ഇടയ്ക്ക് മൈസൂർ ദസറയുടെ റീല് കണ്ടു. പിന്നെ ഒന്നും നോക്കിയില്ല, ഞാൻ അടുത്ത ട്രെയിൻ കോഴിക്കോടേക്ക് കയറി. കോഴിക്കോട് ഞാൻ നേരെ ബസ്സും പിടിച്ച് മൈസൂരിലേക്ക്. ഇതിന് മുമ്പ് ഞാൻ മൈസൂർ പോയിട്ടുണ്ടല്ലോ, ഞാൻ ഇതൊരു ആനയെ കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ ഈ പ്രാവശ്യം പോയപ്പോൾ ഒരു ആനനെ കണ്ടു. അതിന്റെ ഇടയ്ക്ക് വെറുതെ ഒരു ചെറുക്ക് എന്നെ പേടിപ്പിക്കാൻ വേണ്ടിട്ട് വെള്ള ഹുഡി ഒക്കെ ഇട്ട് പ്രയത്തെ പോലെ കിടന്നു. ഞാൻ പോകുന്ന വഴിക്ക് ആന മാത്രം ഉള്ളെന്ന് തോന്നുന്നു. ഞാൻ മുമ്പേ കണ്ട ആനയുടെ അനിയനാണെന്ന് തോന്നുന്നു. ഒരു ഉറക്കൊക്കെ പാസ്സാക്കി എണീറ്റപ്പോഴത്തേക്ക് മൈസൂർ എത്താറായി. പക്ഷെ ഇവിടെ ഒടുക്കത്തെ തിരക്കാണ് ദസറ ആയതുകൊണ്ട്. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ബസ് വെച്ച് കമ്പനി അടിക്കാൻ കിട്ടിയ പിള്ളേരാണ് ഇവന്മാരും. ദസറ ആയതുകൊണ്ട് ഇവിടുത്തെ പരിപാടിയൊക്കെ കാണാൻ വേണ്ടി കോഴിക്കോട് നിന്ന് വന്നു. അങ്ങനെ അവരുടെ വഴിക്ക് ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് ഏതോ വഴിക്കും. എനിക്കാണെങ്കിൽ കന്നഡ പോലും കൊത്തില്ല. ഞാനിനി എന്ത് ചെയ്യും? എന്താണെങ്കിലും കറക്റ്റ് സമയത്ത് കോഴിക്കോടുള്ള ഒരു കൂട്ടുകാരി അവളുടെ ഒരു ഫ്രണ്ടിനെ കണക്ട് ചെയ്ത് പിന്നെ ഈ ചെങ്ങായി എന്നെ മൈസൂർ ഫുള്ള് ചുറ്റി കാണിച്ചു. ഇവരുടെ ബൈക്കിൽ പോകുന്ന സമയത്ത് ഞാൻ ഇവിടുത്തെ ഒരു ചെറുക്കനെ കണ്ടു. ഈ ചെറുക്കൻ പോലീസുകാരോടൊക്കെ ചുമ്മാ വള്ളി പിടിച്ചിട്ട് പോണേ. ഇവനെ കണ്ടിട്ട് ഇവൻ ഇവിടുത്തെ ഏതോ വലിയ റൗഡിയാണെന്ന് തോന്നുന്നത്. ഞാനത്തെ കുറച്ച് താമസിച്ചായതുകൊണ്ട് ഇവിടുത്തെ ഡ്രോൺ ഷോ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവൻ എന്നെ ഇവിടുത്തെ ലൈറ്റിംഗ് എല്ലാം കൊണ്ട് കാണിച്ചു. ഇവിടെ ഫുള്ള് ലൈറ്റിന്റെ പരിപാടി മാത്രമേ ഉള്ളൂ. എവിടെ നോക്കിയാലും ലൈറ്റ് ലൈറ്റ് ലൈറ്റ്. മൈസൂരിന്റെ എല്ലാ ഏരിയകളും ഇവർ ലൈറ്റ് കൊണ്ട് മൂടിയിരിക്കണതാണ്. എന്റെ ഫോണിൽ കാണുന്നതിനെക്കാളും നിങ്ങൾ നേരിട്ട് കാണുന്നതാണ് അടിപൊളി. ദസറ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഫുള്ള് തിരക്കാണ്. അതുകൊണ്ട് ബൈക്കും കൊണ്ടൊക്കെ വരുന്ന ഒരു ഇഴഞ്ഞാണ് ഇവിടുന്ന് പോണത്. ഞാനും ചെങ്ങായി നല്ല വിശന്നിരുന്നുകൊണ്ട് ഏതോ കടയിൽ കയറി നല്ല ഫുഡ് കഴിച്ചു. എന്തായാലും ഇവിടുത്തെ ഫുഡൊന്നും കുഴപ്പമില്ല, അടിപൊളിയാണ്. ഇനി അപ്പൊ നമുക്ക് മൈസൂരിലെ ബാക്കി വീഡിയോ ആയിട്ട് കാണാം. അപ്പൊ ശരി.